ഭയങ്കര രസമാണ് മാർക്കറ്റ് നിങ്ങളെ ശത്രുവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ കൃത്യമായി എവിടെ ഇടുന്നു, അത് എങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നോ അതിന്റെ നേരെ എതിരെയായിരിക്കും എപ്പോഴും നടക്കുന്നത്. അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണുക. വെൽക്കം ടു LKG to PhD എന്നുള്ള നമ്മുടെ സീരീസിന്റെ 4ാമത്തെ പാർട്ടാണിത്. ബാക്കി 3 പാർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് നോക്കുക, ആ പാർട്ടുകളൊക്കെ ഒന്ന് കാണുക. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വളരെ എളുപ്പത്തിൽ പറയുന്നതാണ് നമ്മുടെ ഈ സീരീസിൽ ചെയ്യുന്നത്. ഇത് നോക്കൂ. ഇന്നത്തെ ഈ വീഡിയോയിൽ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണ് നിൽക്കുന്നതും അവിടെ നിന്ന് തിരിച്ച് കുതിക്കുന്നത് എങ്ങനെയാണെന്നും, അതുപോലെ ആ കുതിപ്പ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് കൃത്യമായ ആ ഏരിയകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ആൻഡ് ആ പറയുന്ന വഴി നിങ്ങൾ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന പരിപാടി അതോടെ നിർത്താം. സപ്പോർട്ടും റെസിസ്റ്റൻസും ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ മുറിയിലിരിക്കുകയാണ്. ഫ്ലോർ എന്ന് പറയുന്നതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. നമ്മൾ തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സീലിംഗ് ആണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ ഒരു പന്തുണ്ട് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് വന്ന് വീഴുന്ന സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ തറ എന്ന് പറയുന്നത്. മേളിലേക്ക് പോയാൽ അവിടെ നിന്നും പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി പന്ത് എന്താ ചെയ്യുന്നത്? താഴെ സപ്പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ബൗൺസ് ചെയ്ത് തിരിച്ച് പൊങ്ങുക ചെയ്യുന്നത്. അപ്പം സപ്പോർട്ട് തട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് പൊങ്ങുകയും സീലിംഗ് തട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ച് താഴേക്കാണ് വരുന്നത്. അപ്പം സീലിംഗ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും തറ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടുമാണ്. ബേസിക്കലി ഈ പറയുന്ന ബോള് സപ്പോർട്ടും റെസിസ്റ്റൻസിന്റെ ഇടയ്ക്ക് ഇരുന്നാണ് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. സപ്പോർട്ടിന്റെ അവിടെ നമ്മുടെ ബയേഴ്സ് എല്ലാവരും കൂടെ കൂടി ചേർന്നിരിക്കുകയാണ്. താഴെ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ചീപ്പായിട്ട് വാങ്ങിച്ച് തിരിച്ച് മേളിലേക്ക് കയറാം എന്ന് പറഞ്ഞിട്ട്. നേരെ മറിച്ച് മേളിൽ റെസിസ്റ്റൻസിലാണെങ്കിലോ അവിടെ നല്ല പ്രൈസ് കിട്ടിയാൽ ഉടനെ വിൽക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സെല്ലേഴ്സും. അപ്പൊ റെസിസ്റ്റൻസിന്റെ അവിടെ സെല്ലേഴ്സും താഴെ സപ്പോർട്ടിന്റെ അവിടെ ബയേഴ്സും റെഡിയായി നിൽക്കുകയാണ്. അത് ഞാൻ ചെറിയൊരു തമാശയിൽ പറഞ്ഞുതരാം. നമ്മൾ മാസം അവസാനം നമ്മുടെ സാലറി കിട്ടാതെ വളരെ ദാരിദ്ര്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ട് 1ാം തീയതി സാലറി വരുമ്പോൾ നമ്മൾ 0 to ഹീറോയിലേക്ക് നേരെ ചാടും. അങ്ങനെയല്ലേ? അതാണ് നമ്മുടെ സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസിലേക്ക് എത്തുക എന്നുള്ളത്. തിരിച്ചാണെന്നുണ്ടെന്നുണ്ടെങ്കിലോ ഡയറ്റ് ഒക്കെ തുടങ്ങാമെന്നും പറഞ്ഞ് നല്ല രീതിയിൽ ഡയറ്റ് തുടങ്ങി അങ്ങ് നേരെ റെസിസ്റ്റൻസ് ലെവലിൽ എത്തിയതിനു ശേഷം ടപ്പോ എന്നും പറഞ്ഞ് നമ്മൾ താഴേക്ക് വീണ് നമ്മൾ തിരിച്ച് ജങ്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങും. ഇതാണ് ബേസിക്കലി സപ്പോർട്ടും റെസിസ്റ്റൻസും. വളരെ തമാശമായ രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഈ പറയുന്ന 2 ലെവലുകൾ തകർത്ത് താഴോട്ടോ അല്ലെങ്കിൽ മേളിലോട്ടോ പോകുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ബേസിക്കലി ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് വേണമെങ്കിൽ മേളിലേക്കും ബ്രേക്ക് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴേക്കും ബ്രേക്ക് ഔട്ട് ചെയ്യാം. മേളിലത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബയേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്, മാർക്കറ്റിന്റെ ട്രെൻഡ് നേരെ മേളിലോട്ടാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് തിരിച്ചും. നേരെ താഴേക്ക് പോയിട്ട് താഴത്തെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി എന്ന് പറഞ്ഞാൽ അവിടെ സെല്ലേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്, മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് താഴോട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ടുകൾ സംഭവിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന റെസിസ്റ്റൻസിന്റെ മേലിലേക്ക് മാർക്കറ്റ് ഒന്ന് പോയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ എൻട്രി എടുക്കും. അവിടെ ഒരുപാട് ആൾക്കാർ ഇനി മാർക്കറ്റ് ഇനിയും മേളിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ബൈ സൈഡ് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തിരിച്ച് മാർക്കറ്റ് അത് പൊട്ടിച്ച് തിരിച്ച് താഴേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. ആ പറഞ്ഞ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയിട്ട് തിരിച്ച് ആ ലെവലിലേക്ക് തന്നെ കയറുന്ന കാണാം. അപ്പൊ ഇത് കയറുമ്പോൾ ഒരുപാട് ആൾക്കാർ പാനിക്ഡ് ആയിട്ട് തിരിച്ച് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ എക്സിറ്റ് ചെയ്യും. അവിടെ എക്സിറ്റ് ചെയ്യുന്നത് ബേസിക്കലി നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എടുക്കുന്ന ആ പർട്ടിക്കുലർ സ്റ്റോപ്പ് ലോസ് എത്തുന്നതും മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്ത് തിരിച്ചു കയറും. ഈ പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ റിവേഴ്സൽ പാറ്റേൺ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. വെച്ചാൽ വളരെ സിമ്പിൾ. നിങ്ങൾ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറയാണ്, എടാ ഞാൻ താഴെ എത്തി എന്നും പറഞ്ഞ് നിങ്ങൾ താഴേക്ക് എത്തുമ്പോൾ അവൻ പറയും, ഇല്ല ഞാൻ എന്റെ വീട്ടിലാണ്, ഞാൻ ഇറങ്ങുന്നേ ഉള്ളൂ എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എന്ന് നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങൾ അതിൽ കയറിയതിനു ശേഷം മാർക്കറ്റ് തിരിച്ച് പഴയ ലെവലിലേക്ക് എത്തും. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മുടെ ഇട്ട കാശ് ഒരുപാട് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ സൈക്കോളജി സ്ട്രൈക്ക് ചെയ്യും. ഇവിടെ നമ്മൾ ഉടനെ എക്സിറ്റ് ചെയ്യാൻ നോക്കും. എക്സിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴോ മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ തന്നെ തിരിച്ചു പൊങ്ങാൻ തുടങ്ങും. സോ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിച്ച റെസിസ്റ്റൻസിന്റെ മേളിലേക്ക് എത്തിയിട്ട് ക്യാൻഡിൽ അവിടെ തന്നെ ആ ബോഡി ഫോം ചെയ്യണം. വിക്ക് എത്തിയാൽ പോരാ, അതിന്റെ ബോഡിയും ആ പറഞ്ഞ റെസിസ്റ്റൻസ് ലെവലിന്റെ മേളിൽ ഫോം ചെയ്താൽ മാത്രമേ നിങ്ങൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വോളിയം അത്യാവശ്യം നല്ല രീതിയിലുണ്ടെങ്കിൽ മാത്രമേ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പോർഷൻ തിരിച്ച് താഴെ എത്തിയതിനു ശേഷം മാത്രമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീടെസ്റ്റ് ചെയ്ത് അതിന്റെ കൺഫർമേഷൻ ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എന്താണ് റീടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പർട്ടിക്കുലർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേളിലേക്ക്
പോയി കഴിഞ്ഞാൽ ആ നല്ല വോളറ്റിൽ ബ്രേക്ക് ചെയ്ത് മേളിൽ പോയിട്ട് അത് തിരിച്ച് അതേ റെസിസ്റ്റൻസ് ലെവലിലേക്ക് എത്തിയിട്ടേ അടുത്ത ലെവലിലേക്ക് തിരിച്ച് കയറുള്ളൂ. അപ്പൊ നിങ്ങൾ ആ റീടെസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കുക. ആ റീടെസ്റ്റ് വരുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ എൻട്രി കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതും പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ റെസിസ്റ്റൻസ് പോയിന്റിൽ എത്തുന്നു. റെസിസ്റ്റൻസ് പോയിന്റ് എത്തിയതിനു ശേഷം ഒരു ഇച്ചിരി മേളിലോട്ട് കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ബ്രേക്ക് ഔട്ട് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉടനെ അവിടെ വെച്ച് എൻട്രി എടുക്കും. ചുരുക്കം പറഞ്ഞാൽ അവിടെ മാത്രം എത്തിയിട്ട് തിരിച്ചത് നല്ലപോലെ തിരിച്ച് താഴെ സപ്പോർട്ട് വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു എമൗണ്ട് അവിടെ നഷ്ടപ്പെട്ടു. തിരിച്ച് നിങ്ങൾ ആ ഫോം മാറ്റി വെച്ചിട്ട് പേഷ്യൻസ് ആയിട്ട് പേഷ്യന്റോടെ അത് മേളിലേക്ക് കയറി തിരിച്ച് താഴെ എത്തി അത് തിരിച്ച് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് മേളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് തന്നെ കിട്ടുള്ളൂ. ഒരു ചെറിയ കോൺസെപ്റ്റും കൂടെ പറയാം. ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും. അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അവസാനം 3:30 വന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത ദിവസം രാവിലെ 9:15 തുറക്കുമ്പോൾ ഒരു വലിയ പോയിന്റ് മേളിലേക്ക് തുറക്കുന്നതിനാണ് നമ്മൾ ഗ്യാപ്പ് അപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ഈ പറയുന്ന സ്ഥലത്ത് നമുക്ക് ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ഗ്യാപ്പ് അപ്പ് ആണ് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിന്റെ അവസാനം ഒരു ക്വാണ്ടിറ്റി എടുക്കുകയും അത് അടുത്ത ദിവസം രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ ആ ഗ്യാപ്പ് അപ്പിൽ തന്നെ ഉടനടി വിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ചെറിയ പീരീഡിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്നതിന്റെ മേജർ 3 കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ന്യൂസ് ആണ്. വാർ വന്നപ്പോൾ ഓരോ ദിവസവും ഗ്യാപ്പ് ഡൗൺ ആയി തുറക്കുന്നത് നമ്മൾ കണ്ടു. രണ്ടാമത്തത് ആ പർട്ടിക്കുലർ സ്റ്റോക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ നല്ല റിസൾട്ടുകളാണ്. എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റ് നാസ്ഡാക്കും അതുപോലെ തന്നെ ഡോ ആൻഡ് ജോൺസ് ഒക്കെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ചിലപ്പം ആക്ട് ചെയ്തേക്കാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ സിമ്പിൾ ആയി പറഞ്ഞുതരാം. നോക്കൂ, ഇന്ന് 27/3/2026 ഇന്നിപ്പോൾ 6 മണി. ഞാനിപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് ആക്ച്വലി സ്ക്രീൻ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത എൻ്റെ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഇന്നത്തെ പൊസിഷനിലാണ് ഞാൻ ഈ കാശ് ഇപ്പം ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. 438 രൂപ എന്ന് കാണിക്കുന്നത് ഇന്നത്തെ ട്രേഡാണ് ആക്ച്വലി. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ ആക്ച്വലി ഇന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന കാര്യമാണ്, ഈ മേളിൽ നിന്ന് താഴേക്ക് കാണുന്ന സംഭവമാണ് ആക്ച്വലി ഞാൻ ഗ്യാപ്പ് ഡൗൺ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച സംഭവം. അപ്പോൾ ഇതാണ് ഗ്യാപ്പ് ഡൗൺ. ഇതാണ് നിങ്ങൾ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് കാണുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഡൗൺ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി ഈ ഒരു ട്രെൻഡ് ലൈൻ, ഞാൻ ഈ ട്രെൻഡ് ലൈൻ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന് റെസിസ്റ്റൻസും മേളിൽ വരച്ചിരിക്കുന്ന പോർഷൻ റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഞാൻ ഞാനൊരു ട്രെൻഡ് ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈനിൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ സപ്പോർട്ടും ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് എൻ്റെ സപ്പോർട്ട് ലൈനും അതുപോലെ തന്നെ ഇത് മേളിലുള്ളത് എൻ്റെ റെസിസ്റ്റൻസ് പോയിന്റ്സും ആണ്. അപ്പം ഞാൻ എൻ്റെ ട്രേഡ് ബേസിക്കലി ഇതിന്റെ ഇടയ്ക്കാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ 2 മിനിറ്റിൻ്റെതാണ്, ഞാൻ അതൊരു 3 മിനിറ്റ് ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതിന്റെ 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം മേളിൽ സപ്പോർട്ടിൽ പോയി, താഴെ സപ്പോർട്ടിൽ ഇവിടെ തട്ടി, തിരിച്ച് മേളിൽ റെസിസ്റ്റൻസ് പോയി, തിരിച്ച് സപ്പോർട്ട് പോയി, റെസിസ്റ്റൻസ് പോയി, സപ്പോർട്ട് പോയി. ഈ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഒരു സിഗ്സാഗ് പാറ്റേൺ, ഒരു മേളിലും താഴെയുള്ള ഒരു പോക്കിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ എടുത്തത് ഏകദേശം ഈ ഒരു പൊസിഷനിലാണ്. ഞാൻ എൻ്റെ ട്രേഡ് എടുത്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു പൊസിഷനിലാണ് ഞാൻ എൻ്റെ ട്രേഡ് എടുത്തത്. ഈ ഒരു പാർട്ടിൽ ഇവിടെ നിന്ന് ഞാൻ കയറി, ഈ ഒരു പൊസിഷനിൽ നിന്ന് കയറി, ഈ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ താഴേക്ക് പുട്ട് സൈഡ് എടുത്തു, കുറച്ച് കിട്ടി, കുറച്ച് ലാഭം മാത്രം മതി. എപ്പോഴാണ് ട്രേഡ് ചെയ്യേണ്ടതും ചെയ്യാത്തതും എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് അറിയണം ആക്ച്വലി. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും ആക്ച്വലി ഇവിടെ എത്തിയതിനു ശേഷം, ഈ ഒരു പോയിന്റ് എത്തിയതിനു ശേഷം ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ശരിക്കുള്ള നമ്മുടെ ബ്രേക്ക് ഔട്ട് നടക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നുണ്ട്. ഇത് ബ്രേക്ക് ഔട്ട് മേളിലേക്ക് പോയിട്ട് അവിടെയും, അപ്പം ബേസിക്കലി ഇത് കാണുമ്പോൾ നമ്മൾ ആദ്യം എന്താ വിചാരിക്കുക, നേരെ ഞാൻ മേളിലേക്ക് കയറുന്നു, ഞാൻ അവിടെ നിന്ന് എടുക്കുന്നു, അത് കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ്, ഞാൻ അംബാനി ആവുന്നു. അങ്ങനെയല്ല. ബേസിക്കലി നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ നിന്ന് കുറച്ച് മേളിലേക്ക് കയറി ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് താഴേക്ക് നമ്മുടെ റെസിസ്റ്റൻസ് പോയിന്റിന് ആ ഒരു ലെവലിലേക്ക് എത്തി, അവിടെ നിന്ന് വീണ്ടും ഒരു മേളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തി, അത് കഴിഞ്ഞത് വീണ്ടും താഴേക്ക്. കാരണം ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് മോശമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബേസ് ലെവലിൽ നിന്ന് നിങ്ങൾ നോക്കിയപ്പോൾ സപ്പോർട്ട് ലെവൽ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സപ്പോർട്ട് ലെവൽ ഈ ഒരു പൊസിഷൻ എത്തിയതിനു ശേഷം നിങ്ങൾ സപ്പോർട്ടും റെസിസ്റ്റൻസും മാത്രം ഈ പടത്തിനകത്ത് കാണുക, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ബാക്കിയെല്ലാം നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് വേഗം പൊട്ടിച്ച്, ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ലെവൽ വേഗം പൊട്ടിച്ച ഒരാൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി ഇവിടെ എത്തിയപ്പോൾ വേഗം അവിടെ നിന്ന് സപ്പോർട്ടിനെയും പൊട്ടിച്ചു. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് വീക്കാണ്, മാർക്കറ്റിന് കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശ്രമിച്ചു, പറ്റുന്നില്ല. വളരെ സിമ്പിളും വളരെ രസകരമായിട്ടും നമ്മൾ എന്താണ് സപ്പോർട്ടും റെസിസ്റ്റൻസും എന്നുള്ളത് പഠിച്ചു, എന്താണ് ഒരു ബ്രേക്ക് ഔട്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു, എന്താണ് ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്നുള്ളതും നമ്മൾ പഠിച്ചു, എന്താണ് ബേസിക്കലി ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഇനിയുള്ള നിങ്ങളുടെ എൻട്രിയിൽ ഈ 2 ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കുക. ഒന്ന്, ഇത് കറക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ, അതോ ഇത് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണോ? ആലോചിച്ചെടുക്കുക, നന്നായി ട്രേഡ് ചെയ്യുക. തോന്നുന്ന ഡൗട്ട്സുകൾ താഴെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.